വിശ്രമസ്യ ബലം മൗനം, മൗനം സർവാർത്ഥ സാധകം എന്നൊരു ശ്ലോകത്തിനെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇത് ഏത് ഗ്രന്ഥത്തിലാണ് എന്നാണ് എനിക്കറിയില്ല, പക്ഷെ ശ്ലോകം നന്നായിട്ടുണ്ട്. വിശ്രമസ്യ ബലം മൗനം. വിശ്രമം തന്നെയാണ് മൗനം. ഞാൻ എന്നുള്ള വൃത്തി ഉദിച്ചിട്ടില്ലെങ്കിൽ അതാണ് വിശ്രമം. അഹങ്കാര വൃത്തി ഉദിക്കുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങിയാലും വിശ്രമമൊന്നുമില്ല. സ്വപ്നത്തിൽ എവിടേക്കൊക്കെയോ പോയി ഒരുപാട് പണിയെടുക്കും. മല കയറി ഇറങ്ങും, സ്വപ്നത്തിൽ പണിയെടുത്ത് ക്ഷീണിക്കും, സ്വപ്നം കണ്ട് കണ്ട് ക്ഷീണിക്കും. നേരെ മറിച്ച് അഹങ്കാരം ഉദിക്കാത്ത ചിത്തം, വിശ്രാന്തമായ ചിത്തം എത്ര പണിയെടുത്താലും വ്യയമണയാതെ വെളിക്കു വേല ചെയ്യും എന്ന് ആത്മോപദേശ ശതകത്തിൽ നാരായണ ഗുരുസ്വാമി ഒരു കാര്യം പറഞ്ഞു. വ്യയമണയാതെ വേല ചെയ്യുക, ക്ഷീണമില്ലാതെ ചെലവാകാതെ ഉള്ളിലുള്ള ശാന്തിയെ നഷ്ടപ്പെടുത്തിക്കളയാതെ എത്ര കണ്ട് വേണമെങ്കിൽ വേല ചെയ്യാമെന്നാണ്. കർമ്മണി അകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും അകർമാത്മസ്വരൂപബോധത്തോടുകൂടെ കർമ്മം ചെയ്യാണ്. ഞാൻ ചെയ്യണു എന്നുള്ള വൃത്തിയെ ഉദിക്കാതെ, ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമേ ഇല്ലാത്ത വിശ്രമത്തിലിരുന്നു കൊണ്ട് പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തി സർവാർത്ഥ സാധകമാണ്. അർത്ഥമെന്ന് വെച്ചാൽ പുരുഷാർത്ഥം, പരമതൃപ്തി, ശാന്തി അതിനെ തരും. അപ്പോൾ മൗനം എന്ന് പറയുമ്പോൾ സർവ അനാത്മപ്രത്യയ തിരസ്കരണ ഫലം എന്നാണ് ശങ്കരാചാര്യർ അതിന് അർത്ഥം പറയുന്നത്. ഞാൻ എന്നുള്ള വൃത്തി ഉദിച്ച് ഞാൻ ഇവനാണ് അവനാണ് അങ്ങനെ ഇങ്ങനെ എന്ന് പല വിധത്തിലുള്ള വിചാരങ്ങൾ ഉദിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ അനാത്മപ്രത്യയമാണ്. ശരീരത്തിനെയോ മനസ്സിനെയോ ബുദ്ധിയെയോ ഇന്ദ്രിയങ്ങളെയോ ഒക്കെ ഞാനെന്ന് ധരിച്ച് അതോടുകൂടെ കൂടിച്ചേർന്നിട്ടാണ് ഈ വൃത്തികളിങ്ങനെ ഉള്ളിൽ പൊന്തുന്നത്. ഇതൊക്കെ നീക്കിക്കഴിയുമ്പോൾ വരുന്ന ശുദ്ധ ചൈതന്യത്തിൻ്റെ അനുഭവമാണ് മൗനം. ഈ മൗനമാണ് വിശ്രമസ്യ ബലം മൗനം. വിശ്രമമാണ് മൗനം. ശരിയായ വിശ്രമം മൗനത്തിലേ ഉള്ളൂ. മൗനത്തിലെന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തിൽ, സമാധിയിൽ. ആ സമാധി, ആ മൗനം സർവാർത്ഥ സാധകമാണ്. എന്ന് വെച്ചാൽ ആ മൗനത്തിലിരുന്നു കൊണ്ട് പരമപുരുഷാർത്ഥം സാധിക്കാം, എന്ത് പ്രവൃത്തിയും എടുക്കാം, യുദ്ധം പോലും ചെയ്യാമെന്നാണ് കൃഷ്ണൻ പറയണത്. മാമനുസ്മര യുദ്ധ്യച്ച് എന്ന് വെച്ചാൽ ഈ അകർമ്മസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യൂ അർജുന. ഈ അകർമാത്മസ്ഥിതിയെ വിട്ടുകളയാതെ കർമ്മം ചെയ്യൂ.